Ladies and gentlemen, presenting the Prime Minister of India, Mr. Narendra Damodar Das Modi. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജർമ്മൻ ചാൻസലറുടെ അടുത്ത് വിഡ്ഢിവേഷം കളിക്കുന്നതാണ്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്, സംശയം വേണ്ട. അതേപോലെ തന്നെ ജർമ്മൻ ചാൻസലർ ഇന്ത്യൻ സന്ദർശനത്തിന് എത്തിയപ്പോൾ മോദി നടത്തിയ 3 നാണംകെട്ട കുട്ടിക്കളികൾ കാണേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന തരംതാണ തറക്കളി ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസമാണ് ജർമ്മൻ ചാൻസലർ ഫ്രൈഡ്രിച്ച് മെർസ് ഇന്ത്യ സന്ദർശിക്കുന്നതിനായി എത്തിയത്. ലോകത്തിലെ ഭരണതലപ്പത്ത് ഇന്നിരിക്കുന്നവരിൽ ഏറ്റവും സ്മാർട്ടായ വ്യക്തിയാണ് ജർമ്മൻ ചാൻസലർ മെർസ്. അങ്ങനെയുള്ള ഉന്നതമായ വിവേകമുള്ള ഒരു മികച്ച ലോക നേതാവ് നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിവേകത്തിന് അനുസൃതമായ സ്വീകരണമാണ് രാജ്യം നൽകേണ്ടത്. ഇന്ത്യക്കാർ എന്ന് പറയുന്നത് കോമാളികളല്ല, മറിച്ച് വളരെ സ്മാർട്ടായ ആളുകളാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ രാജ്യം ഭരിക്കുന്നവരുടെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നതായിരുന്നു. അദ്ദേഹം എന്തായിരിക്കും വിചാരിച്ചത് എന്ന് ന്യായമായും ഊഹിക്കാവുന്നതേയുള്ളൂ. മോദി അദ്ദേഹത്തോടൊപ്പം ചെയ്ത ആദ്യത്തെ കുട്ടിക്കളിയാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വിവേകശാലിയായ നേതാവിനോടൊപ്പം അദ്ദേഹത്തെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി പട്ടം പറപ്പിക്കുക. അതിൽ ഒരു പട്ടം ഹനുമാന്റെ രൂപത്തിൽ ഉള്ളതായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വിവേകമുള്ള നേതാക്കളിൽ ഒരാളോടൊപ്പം അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത കാര്യം. അതുമാത്രവുമല്ല, ഹനുമാന്റെ രൂപത്തിലുള്ള പട്ടം പറപ്പിക്കുക വഴി ഹൈന്ദവ വികാരത്തെ മോദി വ്രണപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ചെയ്തത്. പട്ടത്തിൽ കെട്ടിപ്പറപ്പിക്കാനുള്ളതാണോ ഹൈന്ദവരുടെ ദൈവമായ ഹനുമാനെ? ഇത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളോ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു പൂരമെന്ന് ചിന്തിച്ചു നോക്കൂ. അതിനേക്കാൾ ഉപരി എത്ര തരംതാണ ചീപ്പായ കുട്ടിക്കളിയാണ് ഇത് എന്ന് പറയാൻ കൂടി വയ്യ. എന്നാൽ വളരെ അഭിമാനത്തോടെയാണ് BJPയുടെ ഔദ്യോഗിക ഹാൻഡിൽ ഈ ദൃശ്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ പങ്കുവച്ചത്. അവർക്കും സംഘികൾ എല്ലാവർക്കും ഇത് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എങ്ങനെയാണ് നമ്മുടെ ദൈവങ്ങളെ ഇതുപോലെ അപമാനിക്കുന്നത് സഹിക്കാൻ പറ്റുക? പവൻപുത്രനായ ഹനുമാൻജിയെ ഒരു പട്ടത്തിന്റെ രൂപത്തിലാക്കി ചരടിൽ കെട്ടി പറപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? എവിടെ പോയി മറഞ്ഞു വ്യാജ സനാതന സംരക്ഷകർ? അതുപോലെ മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിച്ച് ഓൾമോസ്റ്റ് പരാജയപ്പെടുത്തിയ അജയ് റായിയും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. കോടിക്കണക്കിന് വരുന്ന സനാതനികളുടെ വിശ്വാസത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് മഹാനായ ഹനുമാൻ മഹാരാജിനെ പട്ടമാക്കി പറപ്പിച്ചത്. നിങ്ങൾക്ക് വിനോദിക്കാനുള്ള ഉപാധിയല്ല സനാതന ധർമ്മം. വിശുദ്ധ നഗരമായ കാശിയിലെ MP തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപം സനാതന ധർമ്മത്തിനെതിരെ നടത്തുന്നത് നിർഭാഗ്യകരമാണ്. എല്ലാ സനാതനികളോടും പ്രധാനമന്ത്രി മോദി ഉടനടി മാപ്പ് ചോദിക്കണം. ഞങ്ങളെ കാത്തുകൊള്ളണേ ഹനുമാൻ മഹാരാജ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. പക്ഷേ മോദി സനാതനധർമ്മത്തെയും ഹിന്ദുമതത്തെയും എത്ര അധിക്ഷേപിച്ചാലും അത് കള്ളസംഖ്യകൾക്ക് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഇത് ഹിന്ദുധർമ്മത്തെ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല, എത്ര ചീപ്പായ കാര്യം കൂടിയാണ് എന്ന് ഓർക്കണം. ജർമ്മൻ ചാൻസലർ എന്ത് വിചാരിച്ചു കാണുമെന്ന് ഒന്ന് ഓർത്തു നോക്കണം. ഇനി രണ്ടാമത്തെ ചീപ്പായ പ്രവൃത്തി എന്താണ് എന്ന് വെച്ചാൽ, മോദി സ്വന്തം ചിത്രം പട്ടമായി സ്വയം പറപ്പിക്കുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ജർമ്മൻ ചാൻസലറെ ഒപ്പം നിർത്തിയാണ് തന്റെ ചിത്രമുള്ള പട്ടം യാതൊരു നാണവുമില്ലാതെ യാതൊരു സങ്കോചവുമില്ലാതെ അസൽ നാർസിസിസ്റ്റായി സ്വയം പറത്തുന്നത്. പമ്പര വിട്ടി സംഖ്യകളെ ഒപ്പം നിർത്തി ഇത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ നേതാവിനെ മുന്നിൽ നിർത്തി, ജർമ്മൻ ചാൻസലറെ മുന്നിൽ നിർത്തി ഇത് കാണിക്കുമ്പോൾ, ഇത്തരം ലോകോത്തര ചീപ്പ് പരിപാടി ചെയ്യുമ്പോൾ മോദി എത്തരത്തിലുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിന് 100% വ്യക്തമായിട്ടുണ്ട് എന്ന് ഉറപ്പാണല്ലോ. ഇനി മൂന്നാമത്തെ വിഡ്ഢി കുട്ടിക്കളി കൂടി കാണുമ്പോൾ എന്തൊരു ജന്മമാണ് ഇത് എന്ന് ചിന്തിക്കാത്തവർ ഉണ്ടെങ്കിൽ
അവർ ഏത് തരക്കാരാണ് എന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ കൈറ്റ് മ്യൂസിയത്തിൽ അദ്ദേഹവുമായി നിൽക്കുമ്പോഴാണ് രാജ്യം മൊത്തം നാണിച്ച് തലതാഴ്ത്തേണ്ട മോദിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് സ്വയം വ്യക്തമാക്കുന്ന ഈ പരിപാടി നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യമേ കാണാം. ചാൻസലർ മെർസ് ഇത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. വേറെ എന്തോ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് കാണാൻ താല്പര്യമില്ലാത്ത അദ്ദേഹത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മോദി വിളിക്കുകയാണ്. അതും അദ്ദേഹം മോദിയുടെ അടുക്കൽ നിന്നും നടന്ന് അകന്നു പോകുമ്പോഴാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് പരിപൂർണമായി മടുത്തു കാണും എന്ന് ഉറപ്പാണ്. അതാണ് മോദിയുടെ അടുക്കൽ നിന്നും അകന്നു പോകുന്നത്. എന്നാൽ വിളിക്കുമ്പോൾ വരാതെ ഇരിക്കാൻ കഴിയുമോ? മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അടുത്ത് ചെന്നിട്ട് വീണ്ടും എതിർദിശയിലേക്കാണ് നോക്കുന്നത്. മറ്റാരോടോ എന്തോ സംസാരിക്കുന്നതും കാണാം. അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് മോദി എന്തോ പറഞ്ഞ് കൈ ചൂണ്ടി മുകളിലേക്ക് കാണിക്കുകയാണ്. അപ്പോഴും യാതൊരു താല്പര്യവുമില്ലാതെ അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് തലതിരിക്കുന്നു. എന്നിട്ട് മോദി അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി വീണ്ടും കൈപൊക്കി നിൽക്കുകയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. മോദി എന്തോ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ശബ്ദമില്ലാത്തതാണ്, വിദേശ ആളുകളുമായി മോദി സംസാരിക്കുന്ന എല്ലാ വീഡിയോകളും പോലെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി അദ്ദേഹം വീണ്ടും അകലേക്ക് നോക്കുകയാണ്. അവിടെ ആരോടോ സംസാരിക്കുകയുമാണ്. ഈ ഒരൊറ്റ ഇന്ത്യ സന്ദർശനത്തോടുകൂടി ജർമ്മൻ ചാൻസലർ മെർസിന് തൃപ്തിയായി കാണും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അവർക്കുള്ള ഏക താല്പര്യം ഇന്ത്യയുമായി വ്യാപാരം നടത്തുക എന്നുള്ളത് മാത്രമാണ്. വ്യാപാര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കുറേയേറെ ജർമ്മൻ വ്യവസായികളുമായി അദ്ദേഹം ഇന്ത്യയിൽ എത്തിയതും. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തെ കൊണ്ട് പട്ടം പറപ്പിക്കുന്ന വിഡ്ഢിത്തവും, അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് തന്റെ ചിത്രം പട്ടമാക്കി പറപ്പിക്കുന്നതും. ഓരോ ആളുകളും പ്രവർത്തിക്കുന്നത് അവരുടെ വിവേകം വെച്ചാണ്. അവരുടെ പ്രവൃത്തികളും സംസാരങ്ങളും വെച്ചാണ് ആളുകൾ അവരെ വിലയിരുത്തുന്നതും. ഒരു രാജ്യത്തിന്റെ തലവൻ, പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ആളാവുമെന്ന് സ്വപ്നത്തിൽ പോലും മെർസ് വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇത്തരം ചീള് പ്രവൃത്തികൾ വഴി നഷ്ടപ്പെടുത്തുന്നത്. ഇത്തരം ആളുകളെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത ഇന്ത്യക്കാരെക്കുറിച്ചും അദ്ദേഹം എന്തായിരിക്കും വിചാരിച്ചത് എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇത്ര തരംതാണ രീതിയിൽ സംഘികളുടെ മന്ദഭക്തരുടെ അടുത്ത് പെരുമാറുന്നത് മനസ്സിലാക്കാം. കാരണം അവർക്കും മോദിക്കും ഒരേ ബുദ്ധിയാണല്ലോ. അതിനാൽ രണ്ടു കൂട്ടരും സ്വയം പുളകം കൊള്ളും. മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് കണ്ട് സംഘികളും സ്വയം ഇത്തരം മാസ്റ്റർ സ്ട്രോക്ക് ചെയ്ത് മോദിയും. ഇത്തരം കാര്യങ്ങൾ ചീളാണ്, ചീപ്പാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അതിലുപരിയായി വിവേകം വേണം. എന്തിനാണ് മോദി വിവേകമുള്ള ഇന്ത്യക്കാരെ ദിനം പ്രതി ഇത്തരം തരംതാണ പ്രവൃത്തികളിലൂടെ മാനം കെടുത്തുന്നത്? ഇതുവഴി രാജ്യം മൊത്തമുള്ള ജനങ്ങളാണ് മാനം കെടുന്നത് എന്ന് മറക്കാതിരുന്നാൽ നന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?